ഹലോ ശ്രീ വി ഡി സതീശൻ, അങ്ങേക്ക് കേന്ദ്രവുമായിട്ട് എന്താണ് വേണ്ടത്? ആരോഗ്യകരവും ഊഷ്മളവുമായിട്ടുള്ള ബന്ധം. ഒരു റെയിൽവേ സോണിന് വേണ്ടി പതിറ്റാണ്ടുകളായി നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് ഉള്ള ഡിവിഷൻ പോലും ഇപ്പോൾ മൂർച്ഛിരിക്കുന്നത്. അങ്ങനെ പാലക്കാട് ഡിവിഷന് മംഗലാപുരം നഷ്ടപ്പെടുന്നു. മംഗലാപുരം മൈസൂരിന്റെ ഭാഗമായി മാറുന്നു. 1050 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാളങ്ങൾ, യാത്രക്കാരുടെ സാന്ദ്രത, ഓരോ വർഷവും ലാഭമുണ്ടാക്കുന്ന റെയിൽവേ. ഒരു റെയിൽവേ സോൺ ഇല്ലാത്തൊരു മേജർ സ്റ്റേറ്റ് എന്നുള്ളത് കേരളം മാത്രമാണെന്നുള്ള കാര്യം നമുക്കറിയാം. 90കളിൽ 6 or 7 സോണുകൾ അനുവദിച്ചപ്പോൾ കേരളത്തെ അവഗണിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് പ്രതിഷേധം ആരംഭിച്ച നമ്മൾ, പക്ഷേ ഇപ്പോഴും ഒന്നും ലഭിക്കാതെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആരോഗ്യകരമായ ബന്ധത്തിന്റെ പ്രതിഫലനം എന്നുള്ളത്. എന്താണ് അങ്ങയുടെ പാലക്കാട് MP പറഞ്ഞത്? കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ വേണ്ടത്ര പ്രവർത്തിക്കാത്തതുകൊണ്ട് കോച്ച് ഫാക്ടറി കിട്ടിയില്ല എന്ന്. 1982 പാലക്കാട് കോട്ട മൈതാനയിൽ സാക്ഷാൽ ശ്രീമതി ഇന്ദിരാഗാന്ധി വാഗ്ദാനം ചെയ്ത ആ കോച്ച് ഫാക്ടറി പിന്നീട് എത്രയോ പതിറ്റാണ്ട് കഴിഞ്ഞ് ബജറ്റിൽ പ്രഖ്യാപിച്ചു. എന്നിട്ട് എവിടെ പോയി അത്? ഇപ്പോഴുമില്ലല്ലോ. കോച്ച് ഫാക്ടറിക്ക് വേണ്ടി, സോണിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികളുടെ ഉള്ളം കൂടി അവർ കവർന്നുകൊണ്ട് പോകുകയാണ്. ഇതേക്കുറിച്ച് ഊഷ്മളമായ ആരോഗ്യകരമായ ബന്ധത്തെക്കുറിച്ചല്ല നമ്മൾ ഇനി സംസാരിക്കേണ്ടത്. ഡൽഹിയിൽ പോയി സമരം ചെയ്യണം. നിങ്ങൾക്ക് MP-മാർ അംബാസഡർമാരാകണം. അംബാസഡർമാരല്ല, സമര വോളണ്ടിയർമാരാണ് ആകേണ്ടത്. മലയാളിയുടെ റെയിൽവേ സ്വപ്നമെല്ലാം ചിറകരിയപ്പെടുകയാണ്. മലയാളിക്ക് ഒരു അതിവേഗ റെയിൽവേ പാത വേണമെന്നുള്ള ഒരു ആഗ്രഹത്തെ മുൻനിർത്തിയാണ് മുൻ ഇടതുപക്ഷ ഗവൺമെന്റ് സിൽവർ ലൈൻ പാത വിഭാവനം ചെയ്തത്. ആ പാതയ്ക്ക് മേലെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർത്തിയത് UDF-ഉം BJP-യുമാണ്. അവസാനം നിങ്ങൾ ഇടതുപക്ഷത്തെ ചെറുതാക്കാൻ വേണ്ടി നിങ്ങൾ E. ശ്രീധരനെ ഒരു പടച്ചട്ടയായി കൊണ്ടുവന്നു. അവസാനം ആ പാവപ്പെട്ടവരിൽ നിന്ന് ഒരു നിർദ്ദേശം മേടിച്ചത് ചവറ്റുകൊട്ടിയിൽ എറിഞ്ഞു. അത് നല്ല ഒരു പോംവഴിയായി കണ്ട് കേന്ദ്ര സർക്കാർ പറയുകയാണ്, സിൽവർ ലൈനും കേരളത്തിലെ പുതിയ ഗവൺമെന്റ് ഉപേക്ഷിച്ചു, E. ശ്രീധരന്റെ പദ്ധതിയും ചവറ്റുകൊട്ടയിൽ തള്ളി. അതുകൊണ്ടിനി അതിവേഗ പാതയില്ല. വേണമെങ്കിൽ നിലവിലുള്ള പാത 3ഉം 4ഉം പാതയായിട്ട് വികസിപ്പിക്കാം. ഏതാനും സർവേകളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. എത്ര കാലം, എത്ര പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് റെയിൽവേ മലയാളിയെ പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തില് ഇതുപോലെ അവഗണന നേരിടുന്ന ഒരു സംസ്ഥാനം റെയിൽവേയുടെ ഭൂപടത്തിൽ ഉണ്ടാകില്ല. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ പട്ടിക എടുത്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സോണില്ലാത്ത ഒരു റെയിൽവേ ആണ് നമ്മുടേത്. ബാക്കി എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കും സോണുണ്ട്. സോണുണ്ടെങ്കിൽ മാത്രമേ റെയിൽവേ അധിഷ്ഠിത ഇൻഫ്രാസ്ട്രക്ചർ, വ്യവസായങ്ങളൊക്കെ വരികയുള്ളൂ, വികസനം വരികയുള്ളൂ. ഒരു ഡിവിഷൻ ഉണ്ടെങ്കിലുള്ള പ്രയോജനം നമുക്കറിയാം. ഈ റിസർവേഷന്റെ കാര്യത്തിലും, സീറ്റുകളുടെ കാര്യത്തിലും, വണ്ടികളുടെ കാര്യത്തിലും. ഇനിയിപ്പോൾ ഒരു എമർജൻസി കോട്ടയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സോണുകളെ, മറ്റുള്ള ഡിവിഷനുകളെ ആശ്രയിക്കേണ്ടി വരും. ശ്രീ വി ഡി സതീശൻ, നിങ്ങളുടെ ആരോഗ്യകരമായ ബന്ധം കൊണ്ട് കേരളത്തിനൊന്നും പ്രത്യേകിച്ച് ഗുണം ചെയ്യില്ല. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട്. സംയുക്തമായിട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കണം. ഡൽഹിയിൽ പോയി സമരം ചെയ്യണം. അതിന് ഞങ്ങൾ സന്നദ്ധമാണ്. താങ്കൾ സന്നദ്ധമാണോ ഇല്ലയോ എന്നുള്ളത് അറിയിക്കുക. അറിയിച്ചാൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ചേരാം. മുമ്പ് പിണറായി വിജയൻ സമരം ചെയ്യാൻ പോയപ്പോൾ അതിനെ പിന്നിൽ നിന്ന് കുത്തിയ ഒരു പാരമ്പര്യമോ പശ്ചാത്തലമോ നിങ്ങൾക്കുണ്ടാവും. അത് ഞങ്ങൾക്കുണ്ടാകില്ല. ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് സമരം ചെയ്യാൻ തയ്യാറാണ്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാനും അവഗണനയെ പ്രതിരോധിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം.